ശ്രീ വെങ്കടേഷ് കൃഷ്ണൻ അങ്ങ് വിധി വായിക്കുകയാണ്. കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ വിധി വന്നത്. ഇതിൽ പക്ഷേ ഏറ്റവും ഇപ്പോൾ 2022 ഈ വലിയ വാർത്ത വരുമ്പോൾ 10-22 തവണ കോടതി ഈ കേസ് പരിഗണിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല എന്ന് പറയുന്ന വലിയ വാർത്ത വരുന്ന ദിവസം ഞാൻ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്. അന്ന് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, ശ്രീ സെൻകുമാർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തെളിവുകളും ഉള്ളൊരു കേസാണ്. അതിൽ ഇത് റിസീവ് ചെയ്തു എന്നും ഇത് റിട്ടേൺ ചെയ്തു എന്നും കൃത്യമായി ഈ 4 മാസ കാലയളവിനുള്ളിൽ പറയുന്നുണ്ട്. ഇനി അഥവാ കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ കൈവശം വെക്കേണ്ടതല്ല എന്ന ബന്ധുവിന് തോന്നിയിട്ട് തിരികെ കോടതിയുടെ അടുത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ വീണ്ടും എടുത്ത് തിരിച്ചു വെക്കുകയാണ് ഈ ചെസ്റ്റിലേക്ക്. അതായത് ഈവൻ ഈ തൊണ്ടി മുതൽ ചെസ്റ്റിലാണ് ഉണ്ടാവുക. മറ്റുള്ളത് അതിന് മഹസർ തയ്യാറാക്കുകയാണ്. മറ്റുള്ളതുപോലെ ഒരു രജിസ്റ്ററോ അങ്ങനെയുള്ളത് പോലെ ഒന്നല്ല. അപ്പോൾ 2 സെക്ഷനിൽ നിന്ന് ഇത് കൃത്യമായി ഒരാൾ ഒപ്പിട്ട് വാങ്ങിക്കൊടുക്കുന്നു. മാത്രമല്ല അഭിഭാഷകൻ ഒപ്പിട്ട് വാങ്ങി കൊടുക്കേണ്ടതല്ല, അത് നിത്യോപയോഗ സാധനങ്ങൾ എന്ന രീതിയിൽ ബന്ധു തന്നെ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് ജാഗ്രത ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജാഗ്രത ഉണ്ടായിട്ടുണ്ട്, അത് ഈ കുറ്റകൃത്യം നടക്കാൻ വേണ്ടിയാണ്. സെൻകുമാർ സാറുണ്ട്, അനിൽ ഇമ്മാനുവൽ ഉണ്ട്. അവർക്കാർക്കും അറിയാത്ത വിഷയങ്ങളല്ല ഞാൻ ഈ പറയുന്നത്. അതായത് പേഴ്സണൽ ബിലോങ്ങിങ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കോടതി ഉത്തരവുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്ന് പറയുന്ന സാധനങ്ങൾക്കകത്ത് സാധാരണഗതിയിൽ വരുന്നത് അവരുടെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ പേന, പേഴ്സ്, അത്തരം സംഗതികളൊക്കെ വരും. അപ്പോൾ ഇത് തൊണ്ടി മുതൽ വരില്ല, ഓഫ് കോഴ്സ് തൊണ്ടി മുതൽ വരില്ല. അപ്പോൾ ആ പറഞ്ഞ പ്രോസസ്സിനകത്ത് ഇപ്പോഴും ഒരു അപ്പീലിന് സ്കോപ്പുള്ള ഒരുപാട് സംഗതികൾ കിടപ്പുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ആ സംഗതികൾ റിസീവ് ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്തതിനെ സംബന്ധിച്ച് ചില ഡിസ്ക്രിപ്പൻസീസ് വളരെ എവിഡൻ്റ് ആയിട്ട് നിലവിലുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഒരു പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറയുന്നത് ഈ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്തുകൊണ്ട് പ്രതിയുടെ റിലേറ്റീവ്സിന് വിട്ടുകൊടുത്തു തുടങ്ങിയ ആ കോടതി ഉത്തരവ് എന്ന് പറയുന്ന സാധനം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്ന് വളരെ ഫ്ലാറ്റായി പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സാധനം കൂടി തെറ്റിദ്ധരിച്ച് കൊടുക്കപ്പെട്ടിട്ടുണ്ടാവാം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഒരു പക്ഷേ ഞാൻ ന്യായീകരിക്കുന്നതല്ല. പിന്നെ അതിനേക്കാൾ വലിയൊരു സംഗതി ഞാൻ പറയുന്നത്, ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ന്യായീകരിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ അനിൽ ഇമ്മാനുവൽ അദ്ദേഹമോ സെൻകുമാർ സാറോ ഒക്കെ എടുത്ത എഫേർട്ട് തെറ്റാണ് എന്ന് പറയുന്നതല്ല. അതുപോലെ തന്നെ ആ എംഒ സീല് ചെയ്ത് സൂക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട്. അത് സീല് ചെയ്തിട്ടില്ലായിരുന്നു എന്ന് ഒരു തർക്കമുണ്ട്. ആ സീല് ചെയ്തിരുന്നു എന്നൊരു പ്രൂഫുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു ഓബ്ജക്റ്റ് ഏത് തരത്തിലാണ് അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എവിടെയുണ്ട്. സ്വാഭാവികതയില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഡം. അതായത് ഒരു സീല് ചെയ്ത് സൂക്ഷിക്കാതിരുന്നൊരു സംഗതി ഒരു ചെസ്റ്റിൽ സൂക്ഷിക്കാതിരുന്ന, തൊണ്ടി മുതലായി നമ്പർ ചെയ്ത് സീല് ചെയ്ത് ചെസ്റ്റിൽ സൂക്ഷിക്കാതിരുന്നൊരു സംഗതിയിൽ മാനിപ്പുലേഷൻ ഏത് സമയത്ത് വേണോ പോസിബിളാണ് എന്ന് പറഞ്ഞൊരു വാദം അപ്പീൽ റൈസ് ചെയ്യാം. ഇത് ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള നിലയ്ക്ക് അപ്പീലിൽ റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തരം കോൺട്രഡിക്ഷൻസ് ഇതിനകത്തുണ്ട്. അത് ഒന്ന്, ഈ പ്രോപ്പർട്ടി റിസീവ് ചെയ്തത്, അത് സൂക്ഷിച്ച രീതി, അത് സീല് ചെയ്തിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. രണ്ടാമത്തൊരു സാധനം എന്ന് പറയുന്നത്, ഈ ട്രയൽ സൈഡിൽ ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്നത് ആ സാധനം വിറ്റ്നസിനെ കാണിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ജയമോഹൻ സാർ, ഞാൻ അദ്ദേഹത്തിന് എനിക്ക് പേഴ്സണലി അറിയില്ല, അദ്ദേഹത്തിന് ഈ ചാനൽ ചില വാർത്തകളിലൊക്കെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം സ്പെസിഫിക്കായി പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് ട്രയൽ സൈഡിൽ തന്നെ പ്രതിഭാഗം അഡ്വക്കേറ്റ് ഈ കണ്ടൻഷൻ റൈസ് ചെയ്തിരുന്നു. അതായത് ആ അണ്ടർ ഗാർമെൻറ്റ് ഇയാൾക്ക് സ്യൂട്ട് ചെയ്യുന്ന സാധനമല്ല എന്നൊരു തർക്കം റൈസ് ചെയ്തിരുന്നു എന്ന് അദ്ദേഹം ചാനൽ ചർച്ചകളിൽ അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്ത ബൈറ്റുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു തർക്കം റൈസ് ചെയ്ത് ആ ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആ വിറ്റ്നസ്സിന് കയ്യിൽ കൊടുത്ത് അദ്ദേഹത്തിനെ കാണിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിനോട് ഈ മെറ്റീരിയൽ ഓബ്ജക്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് റൈസ് ചെയ്യാമായിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ട്രയൽ സൈഡിൽ വന്നിരുന്നു. സോ അന്നാണ് സംശയം തോന്നേണ്ടിയിരുന്നത്. ആ സംഗതികൾ അദ്ദേഹത്തിന് പരിശോധിക്കാനും കഴിയുമായിരുന്നു. അപ്പോൾ ആ സംഗതി അപ്പീലിൽ പോയി ആ ഫാക്റ്റ് ഫൈൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ മാത്രമേ ഞാനും ഇത് ശ്രദ്ധിച്ചുള്ളൂ എന്ന് പറയുന്നത് പ്രതികൾക്ക് അപ്പീലിന് സ്കോപ്പ് തരുന്നൊരു സാധനമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഞാനീ പറയുന്നത് പ്രതികൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നോ തെറ്റ് ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ അപ്പീലിൽ
പോസിറ്റീവായിട്ട് ഓർഡർ കിട്ടാനുള്ള വളരെ അധികം മെറ്റീരിയൽസ് ഇപ്പോഴും ആ കേസിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇത് ചെയ്തതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? അതായത് ഇങ്ങനൊരു ഗൂഢാലോചന നടത്തി ജോസും ആന്റണി രാജു എന്ന അഭിഭാഷകനും ചേർന്ന് ഇങ്ങനെ സംഗതി ചെയ്തു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? അയാൾ പ്രതിയാവണ്ടേ? ഒരു മരിച്ചുപോയ ആളാണെങ്കിൽ പോലും അയാളെ നമ്മൾ പ്രതിസ്ഥാനത്ത് ചേർത്തിട്ട് ചാർജ് അബേറ്റഡ് എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് കൊടുക്കാറ്. ഇതിനകത്ത് ജോസിനോ ആന്റണി രാജുവിനോ അല്ല ബെനിഫിറ്റ്. ആ ബെനിഫിറ്റ് വന്നിരിക്കുന്നത് ആ പ്രതിക്കാണ്. ആ പ്രതി എങ്ങനെയാണെങ്കിൽ ഈ കോൺസ്പിറസിയിൽ പാർട്ട് ആൻഡ് പാഴ്സൽ അല്ലേ, അയാളോടെ പോയി. ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനം, ഇവർക്ക് ജോസിന് എന്ത് കിട്ടി, ആന്റണി രാജുവിന് എന്ത് കിട്ടി? ഇത്തരത്തിലുള്ള ഒരു സംഗതി ചെയ്യുന്നത് വഴി അവരെ ഡിറൈവ് ചെയ്ത അഡ്വാൻറ്റേജ് പ്രൂവ് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ അത്തരത്തിലൊരു സാധനമുണ്ടോ? അത് ഞാൻ വിശദമായിട്ട് എനിക്ക് വിഷയം അറിയില്ല. അനിൽ സാറും സെൻകുമാർ സാറും ഒക്കെ മറുപടി പറയട്ടെ. എങ്കിലും ഒരു പ്ലെയിൻ റീഡിങ്ങിൽ ഇങ്ങനെയൊക്കെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കേസിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.